ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 13/3/2025 വ്യാഴാഴ്ച 22,383 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി 3 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് തിങ്കളാഴ്ച 17/3/2025 ഓപ്പൺ ആയത് 22,353 എന്ന പോയിന്റിലായത്. അതായത് ചാർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു 30 പോയിന്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ. എന്നാൽ ഗ്യാപ്പ് ഡൗൺ ആയ അതേ ഇടത്തു നിന്നും അപ്പോൾ തന്നെ 1 മിനിറ്റിൽ വളരെ വലിയ ഒരു മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്ക് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 22,482 എന്ന ലെവലിലേക്ക് വളരെ വേഗം, വളരെ പെട്ടെന്ന് ഒരു മൂവാണ് ഉണ്ടായത്. അത് അത്ര കണ്ട് ആർക്കും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത്ര കൃത്യമായ ഒരു ഓർഡർ പോസ്റ്റ് ചെയ്ത് നിന്നിരുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഫസ്റ്റ് മോർണിംഗിൽ തന്നെ കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് ട്രേഡുകൾ കിട്ടിയിട്ടില്ല, പലരും ട്രേഡ് ചെയ്തില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ഇവിടെ ഇതിനു മുകളിൽ കൃത്യമായി ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ തരാതെ തന്നെ അപ്വേർഡ് പോകുമ്പോൾ ഈ ലെവലിന് താഴെ, അതായത് ഒരു 22,475 എന്ന ലെവലിലൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് ഒരു എൻട്രി പോസിബിൾ ആയിരുന്നു. എന്നാൽ ഇത്രയും ഉയരത്തിലോട്ട് ഗ്യാപ്പ് ഡൗൺ തന്നതിന് ശേഷം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പലരും അത് ട്രേഡ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അത്രയും റിസ്ക് എടുക്കാൻ, ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറാൻ വിമുഖത എല്ലാവരും കാണിച്ചു എന്ന് വേണം പറയാൻ. നമ്മൾ പ്രധാന റെസിസ്റ്റൻസായി രേഖപ്പെടുത്തിയിരുന്ന 22,541 ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ ക്ലോസ് ചെയ്തു. നമ്മളുടെ അതിനു മുകളിൽ രേഖപ്പെടുത്തിയിരുന്ന മൈനർ റെസിസ്റ്റൻസ് ആയ 22,577.46 എന്നതിന് പകരം 22,577 എന്ന ലെവൽ കാണിച്ചതിന് ശേഷം പതിയെ പ്രൈസ് ഒരു ഡിക്ലൈൻ, അതായത് വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ, ആ ലെവലിൽ പോരുകയാണ് ചെയ്തത്. ഇന്നത്തെ ഹൈ ലോ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ പോലും നമുക്ക് ട്രേഡബിളായി ഇന്ന് ഒരു ഇൻട്രാഡേ ട്രേഡറിന് ട്രേഡ് ചെയ്യാൻ ലഭിച്ച അവസരം എന്ന് പറയുന്നത് ആകെ ലഭിച്ചത് 22,577 ലെവലിൽ നിന്നും ഡിക്ലൈൻ കാണിക്കുമ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക് ലഭിച്ച മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 135 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് ആകെ ലഭിച്ചത്. ഇവിടെ നിന്നും കൃത്യമായി ട്രേഡ് തിരിച്ചറിഞ്ഞ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് കൊടുത്ത ഏതൊരാൾക്കും ഒരു ടാർഗറ്റ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യം ലഭിക്കാവുന്ന മൈനർ റെസിസ്റ്റൻസ് എന്ന് രേഖപ്പെടുത്തിയ ലെവലിന് താഴെ ജസ്റ്റ് ക്ലോസ് ചെയ്തു. വീണ്ടും ഒരു മൂവ് കിട്ടി. അത് കോൾ ചെയ്തവരുടെ ഇത് പുട്ട് ചെയ്യുകയും ഇത് കോൾ ചെയ്യുകയും അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് കാണിക്കുമ്പോൾ വീണ്ടും സെല്ല് ചെയ്ത് ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ട്രേഡ് ചെയ്തവരുണ്ട്. അവരും ലഭിച്ച ടാർഗറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ ഏരിയ നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു. പലരും ട്രേഡിങ്ങിൽ നിന്ന് ഇന്ന് വിട്ടു നിൽക്കുക തന്നെയാണ് ചെയ്തത്. കാരണം ഇത്രയും വലിയ ഒരു ഗ്യാപ്പ് അപ്പ് തന്നതിന് ശേഷം ഇത്രയും വലിയൊരു മൂവ് കിട്ടി. പിന്നീട് എന്താണ് എന്ന് ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാവാം ഒരു ഇത്രയും വോളറ്റൈലായ ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാവാം സ്ഥിരമായി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന പലരും ട്രേഡിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് ലഭിച്ച മൂവ്മെൻറ്റ് ഇത്ര മാത്രമാണ്. അപ്പോൾ ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 22,502 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 473 മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 633 പ്രധാനമായി ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് താഴെയായി 22,605, 577 എന്നിങ്ങനെയുള്ള മൈനർ സപ്പോർട്ട് റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിലുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ്. അത് ഇന്നത്തെ ഉയരമാണ്. 22,577 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ വീണ്ടും ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിൽ ഈ ലെവലിന് മുകളിലോട്ടൊക്കെ കയറി ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകൾ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളായി കണ്ടെത്തിക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അതൊന്ന് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് 22,441 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നാണ്
അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. ഇതൊരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട് 22,351 എന്ന ലെവൽ. എന്നാൽ ഇന്നത്തെ ഡേയ്സ് ലോ 22,352 എന്ന ലെവലിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നത് പ്രൈസ് അല്പം വീക്കായി വന്നേക്കാം എന്നുള്ള ഒരു തെളിവാണ്. അങ്ങനെയാണ് ഞാൻ കണക്കാക്കുക. 48,324 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 48,261 എന്ന ലെവൽ മറ്റൊരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ ഉയരമാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന രീതിയിലുള്ളത്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസായി 48,722 എന്ന ലെവലും അതിന് താഴോട്ട് മൈനറുകളായി 48,643, 573 എന്നിങ്ങനെയുള്ള ലെവലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതിലേക്ക് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പർ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. അത് ലഭിക്കേണ്ടത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്നാൽ വീണ്ടും ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസുകളായി നിലനിർത്തിക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 48,211 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് വീണ്ടും പ്രൈസ് വീക്കായേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 74,132 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 74,050 എന്ന ലെവൽ മറ്റൊരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 74,564 ആണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് താഴെയായി 74,401, 468 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 74,401 എന്ന ലെവലിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ഈ ലെവൽ അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ആയി മാറിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 73,974 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആയേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായ ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് 73,666 എന്ന ലെവലാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഇത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാൻ മാത്രമാണ്. നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം, പഠനാർത്ഥം ഉപയോഗിക്കാം. എന്നാൽ ഇവ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ റിസ്ക് നിങ്ങളുടേതാണ്. ഈ ട്രേഡിംഗ് പ്ലാനും ഇതിൻ്റെ ലെവലുകളും ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക.
ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്